നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സുജിത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻ ഇൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ മൂന്നാമത്തെ സബ് ടൈറ്റിൽ ആയിരിക്കുന്ന റോൾസ് ഓഫ് നാഷണൽ ഗവൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബോഡീസ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് ഫൗണ്ടേഷൻ. ഒരു വീട് വെക്കണമെങ്കിൽ അതിലൊരു ഫൗണ്ടേഷൻ വേണം. ഇത് ഞാൻ ഫസ്റ്റ് തന്ന വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയ ഒരു വിഷയമാണ്. ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു നിലനിൽപ്പുള്ളൂ. ഓക്കെ, അതുപോലെ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. നമ്മൾ സേഫ്റ്റി പഠിച്ചവരാണ്. പല വ്യക്തികൾക്കും ഇത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങി എന്നുള്ള വിഷയങ്ങൾ അറിയില്ല. നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന വിഷയത്തിൽ എന്തിനാണ് നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നത്? പല രാജ്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം എന്തിനാണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിൽ നല്ല രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്നത്? ഇതിന് എല്ലാ രാഷ്ട്രങ്ങളും എന്തുകൊണ്ടാണ് മുഖ്യ സ്ഥാനം കൊടുക്കുന്നത് എന്നുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. ILO എന്നൊരു സംഘടനയുണ്ട്, ഇന്ത്യൻ ലേബർ ഓർഗനൈസേഷൻ. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിൽ ഇതിന് വളരെ വലിയൊരു പ്രധാനമാണുള്ളത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ILO എന്നുള്ളത്. നമ്മുടെ രാജ്യങ്ങളിൽ വരുന്ന ഓരോ നിയമങ്ങളും സേഫ്റ്റി പരമായി, വർക്കേഴ്സിന്റെ വെൽഫെയർ പരമായി ഉള്ള കാര്യങ്ങളെല്ലാം അവരാണ് അഭിപ്രായങ്ങൾ നമ്മുടെ രാജ്യങ്ങൾക്ക് നൽകി തരുന്നത്. ഒക്യുപേഷണൽ സേഫ്റ്റി ILOയിൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ലോകരാജ്യങ്ങളിലും അംഗമായിട്ടുണ്ട്, അംഗങ്ങളുമാണ്. അങ്ങനെ 1981 നടന്ന ഒരു കൺവെൻഷനിൽ പല രാജ്യങ്ങളും അവിടെ പങ്കെടുക്കുകയും അവിടെ ILO ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന കാര്യത്തെക്കുറിച്ച് ഉന്നയിക്കുകയും ഉണ്ടായി. അവിടെ പല രാജ്യങ്ങളും പല റെക്കമെൻഡേഷൻ ഉണ്ടായി, അതെങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ച് അവർ ഒരു റെസ്പോൺസിബിലിറ്റി തരംതിരിച്ചു. ഫസ്റ്റ് ആയിട്ടുള്ളത് എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി എന്തെല്ലാമാണ്. അതായത് ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയായിരിക്കണം, അവർ വർക്കേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനെ കുറിച്ചും അവർക്ക് എങ്ങനെയാണ് സുരക്ഷ നൽകി കൊടുക്കുന്നത്. അതൊന്നാമതായുള്ള കാര്യം. രണ്ടാമതായുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്കേഴ്സ്, അവർ ജോലി ചെയ്യുന്നവർ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ്. ഓക്കെ, ആ ചാപ്റ്റർ നിങ്ങൾ നല്ലതായിട്ടൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം ആസ്പദമാക്കി വരുന്നത് ILO കൺവെൻഷൻ നടന്നപ്പോൾ C-155 ഓക്കെ R-164 എന്ന ആ ആർട്ടിക്കിൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പിടികിട്ടും. ഈ ആർട്ടിക്കിൾ എവിടെ കിട്ടുമെന്നാണ് നിങ്ങളുടെ ഇപ്പോൾ ഡൗട്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. ILO എന്നുള്ള സംഘടനയിൽ 1981 നടന്ന മീറ്റിംഗിന്റെ ആർട്ടിക്കിൾസ് നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, നിവോഷ് എന്ന വിഷയം ഈ എക്സാമിൽ ഇതെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു UK എക്സാം ആണെങ്കിലും ഓക്കെ, അവർ അതിനെക്കുറിച്ച് വളരെ വ്യക്തിപരമായിട്ട് പഠിച്ചു. അവരുടെ ആശയങ്ങളും ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, കുറെയൊക്കെ അവിടുന്ന് അവർ കോപ്പി ചെയ്തെങ്കിലും കുറെയൊക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും, അതായത് നമ്മൾക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങളും അതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ടെക്സ്റ്റിൽ നൽകി തന്നിരിക്കുന്ന എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി, എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് വർക്കേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി, ഇത് നിങ്ങൾ നല്ലതായിട്ട് പഠിക്കണം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതുമാണ് എക്സാമിന്. ഓക്കെ, ഞാൻ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. എന്റെ വീഡിയോയിൽ ഏതെങ്കിലും കാര്യം ഞാൻ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾ നല്ലതായിട്ട് റിസർച്ച് ചെയ്യുക, നല്ലതായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തായിട്ട് വരുന്നത് പല നമ്മുടെ നാഷണൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ISO ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, OSAS ഒരു സ്റ്റാൻഡേർഡ് ആണ്, 8001. അങ്ങനെ പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ,
ജാപ്പനീസ് യൂസ് ചെയ്യുന്ന ഹോൾമാസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതെല്ലാം സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ സ്റ്റാൻഡേർഡ് എല്ലാം വരുമ്പോഴും ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡ്സ് വരുമ്പോഴും ഇതിനെല്ലാം ഒരു അടിസ്ഥാനം വരുന്നത് ILO രൂപീകരിച്ച അവരുടെ രൂപകൽപ്പന പ്രകാരമാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ് പഠിച്ചെന്ന് പറഞ്ഞാലും എല്ലാ സ്റ്റാൻഡേർഡിനും മുഖ്യമായിട്ടുള്ള 5 അല്ലെങ്കിൽ 6 ഘടകങ്ങളുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത സെക്ഷനായിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസേഷൻ, അങ്ങനെ കുറെ സ്റ്റെപ്പുകളുണ്ട് അടുത്ത വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. ഞാൻ എന്നും പറയുന്നത് പോലെ, എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ചാപ്റ്ററിൽ ഇത്രയും സബ്ജക്റ്റിൽ, ആ ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. 2-3 വട്ടം ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക, അങ്ങനെ ആ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് പഠിക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.